ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ കറി എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നമുക്ക് രാവിലെയൊക്കെ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതുപോലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇത് പിന്നെ നമുക്ക് കഴുകി മാറ്റി വയ്ക്കണം. ഇതിലേക്ക് വേണ്ടത് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 2 പച്ചമുളക്, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ ഈ കറിയിൽ. ഇനി ഇതുപോലൊരു പാൻ വെച്ചിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ജ്യൂസ് രൂപത്തിലാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം ഈ കറി. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൽ ഞാൻ വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഇഞ്ചി ചേർത്തിട്ടില്ല. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.